ഗൈസ്, അപ്പോൾ ദേ നമ്മളിന്ന് ഒരു ഈവനിങ് വ്ളോഗ് ആയിട്ടുണ്ട് വന്നിരിക്കുന്നത്. ഇത് സൺഡേ ആണ്. അപ്പോൾ ദേ സൺഡേ എല്ലാവരും ഇത് ചായ കുടിക്കുന്ന നേരമാണ് കേട്ടോ. മഴയാണെച്ചാൽ പുറത്ത് ഇങ്ങനെ കോരിച്ചെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഴക്കാലം വന്നു ഗൈസ്. അപ്പോൾ ദേ വൈകിട്ട് ചായ കുടിക്കാതിരിക്കുകയാണ്. അപ്പോൾ ചൂട് കട്ടൻ ചായയും പിന്നെ എന്താ കൊള്ളി വറുത്തത്, പിന്നെ എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ അരി വറുത്തത്. ശരിക്കും നമ്മുടെ ഈ മഴക്കാലത്ത് ചൂട് കട്ടൻ ചായ ഈ അരി വറുത്തത് ഇങ്ങനെ നല്ല രസമല്ലേ? അതെ, എനിക്കത് ഇഷ്ടമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ എന്താ പറയുക, എൻ്റെ മോളാച്ച് ഇങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഞാനാണെച്ചത് ഇവിടെ ഷാമിൽ വന്നിട്ടുണ്ട്. അപ്പം ഷാമിലേക്ക് ഒരു ടോപ്പ് തയ്ച്ചു നാളെ ഇട്ടിട്ട് പോകണം പണ്ടാണ് വന്നിരിക്കുന്നത്. ഞാനത് കട്ട് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഒരു പ്രശ്നമുണ്ട് ഗൈസ്, കറണ്ട് ഇല്ല. ഇവിടെ മഴ പെയ്താൽ അപ്പം കറണ്ട് പോകും. അതുകൊണ്ട് തന്നെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തിട്ട് വെട്ടുന്നുണ്ട്, ചായയും കുടിക്കുന്നുണ്ട്, ഇറയത്തിരുന്നുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ അമ്മയുടെ അരി വറുത്തത്. അരി വറുത്തിട്ട് അതിൽ എന്താ പറയുക, നാളികേരവും പഞ്ചസാരയൊക്കെ ഇട്ടേക്കുന്നതാണ്. അപ്പം അമ്മ ഇങ്ങനെ അതിനെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലത്ത് ഇതാണ് മഴ പെയ്ത ചായ കുടിക്കുക, ആ സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും നമ്മളിത് പൊടിച്ച അരി ഉണ്ടൊക്കെ ആക്കാറുണ്ട്. പിന്നെ കറണ്ട് ഇല്ലാത്ത കാരണം നമ്മൾ പുതിയൊരു രീതിക്ക് കഴിച്ചു എന്നുള്ളൂ. പിന്നെ ഇവരനുസരിച്ച് ഇവർക്ക് ഇത് വേണ്ട, അവർ ഭയങ്കര നൂജനാണ്. അവർക്ക് കൊള്ളി വറുത്തത് മതി പണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമുണ്ട് ഈ അരി വറുത്തതും കൂടി ചായ കുടിക്കാം. ഞാനാണ് അതാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വീണ്ടും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും. ഒന്ന് തോരും ഒന്ന് പെയ്യും. വിഷ്ണു അഞ്ചനെ വണ്ടിയുടെ ഷീറ്റൊക്കെ വന്നിട്ട് അടച്ച് പൂടാൻ വേണ്ടി അപ്പോൾ അവൻ കോട്ട് എടുത്തിട്ടു അവൻ മുറ്റത്ത് ഇറങ്ങിയത് കണ്ടോടുകൂടി എൻ്റെ മോളും ഇറങ്ങി. അവൾക്കഞ്ച് മഴയത്ത് ഇറങ്ങി ചെളിയിലും വെള്ളത്തിലും കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആളെന്ന് എപ്പോൾ ഇറങ്ങണം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഞാനും വിഷ്ണു പേടിപ്പിച്ചത് കൊണ്ട് മാത്രം ഇങ്ങനെ വെള്ളത്തേക്ക് ഇങ്ങനെ പോവാണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ നല്ല ഇൻട്രസ്റ്റ് ആയി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ കുട്ടി അങ്ങനെ എല്ലാം നനച്ചിട്ട് നമുക്ക് ഉണങ്ങി കിട്ടണില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ പോയത് മഴക്കാലമായുള്ള ബുദ്ധിമുട്ടാണ്, തുണികൾ ഉണങ്ങാത്തത്. അപ്പോൾ ഒന്നും ഉണങ്ങാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കാം. ഞാനെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വെട്ടിയൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാതിരിക്കുകയാണ്. തയ്ച്ച് കഴിയുമോ ഇല്ലയോ എന്നറിയില്ല. കറണ്ട് വന്നാൽ എന്തായാലും കഴിയും. കറണ്ട് വന്നതിൽ ഇന്നത്തെ കാര്യം പോയി. നമ്മുടെ വെട്ടലും തയ്ക്കലും ഒന്നും തന്നെ നടക്കില്ല കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5 മണി 6 മണിയോട് അടുത്തുണ്ടായിരുന്നു. 6 മണിക്കുള്ളിലാണ്. അങ്ങനെ കുറേ നേരം നമ്മൾ ഇറയത്തൊക്കെ ഇരുന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇരുട്ടായപ്പോൾ പിന്നെ അകത്ത് കയറിയിരുന്നു. പക്ഷെ കറണ്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ കറണ്ട് ഇല്ലാത്ത കാരണം തന്നെ എൻ്റെ മോളെ കുളിയൊക്കെ കഴിഞ്ഞാൽ അവളെ മേത്തൊന്നും ഇറങ്ങൂല. കറണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ കിണുങ്ങി നമ്മുടെ മേത്ത് വന്നിരിക്കുള്ളൂ. അപ്പോൾ ഞാനച്ച ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഫോണിൽ ചാർജ് ഇല്ല, കഴിയും ഓഫാകും എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പുറത്തെ അമ്മയും ഫോൺ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വിഷ്ണു ആയാലും ശ്യാമിലായാലും എല്ലാവരും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കറണ്ടാണെങ്കിൽ ഇടയ്ക്ക് വന്നും പോയി നിൽക്കായിരുന്നു. അങ്ങനെ കറണ്ട് വന്നും പോയി നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ തയ്ക്കാതിരുന്നുണ്ട് കേട്ടോ. എത്ര നേരം വൈകിയാലും തയ്ച്ച് അവസാനിപ്പിക്കാം. പിന്നെ ഇത് ജസ്റ്റ് ഒരു സ്ലിറ്റർ ടോപ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിയുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.